സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എല്ലാറ്റിലും ഉപരി എപ്പോഴും സ്തുതിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലും ആഹ്ലാദത്തിലുമാണ് ക്രിസ്തീയ വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ ജനന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദൈവമക്കൾക്കും അത്യുന്നതനായ പിതാവ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വന്ന ആദ്യത്തെ അറിയിപ്പാണ് പരിശുദ്ധ ബൈബിളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവദൂതൻ മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഏതാനും ആട്ടിടയന്മാർക്ക് നൽകിയ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നാം ഈ സദ്വാർത്ത കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഇത് സംഭവിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സഭയുടെ തലവൻ മഹാപുരോഹിതനെയോ മറ്റ് ഫരിസേയ പ്രമുഖരെയോ മറ്റ് സദുക്കായ പ്രമുഖരെയോ ഒന്നുമല്ല ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദൈവപുത്രൻ്റെ ജനനത്തിൻ്റെ വാർത്ത അറിയിച്ചത്. ആരാലും പരിഗണിക്കപ്പെടാത്ത, അന്നത്തെ സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്ത വെറും സാധാരണക്കാരായ, ആർക്കും വേണ്ടാത്ത കുറേ ആട്ടിടയന്മാരെ. അപ്പോൾ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ദൈവം നൽകിയത്. കാരണം ഇതിന് 1500 വർഷം മുമ്പ് ഹോറേബ് മലയിൽ ദൈവജനവുമായി ദൈവം നടത്തിയ ഒരു ഉടമ്പടിയുടെ ഉത്തരമായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ രക്ഷകനായിട്ട് അയച്ചത്. ആ ഉടമ്പടി പ്രകാരമായിരുന്നു ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അപ്പോൾ അനേക കാലത്തെ സഹസ്രാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ, ഒരുക്കത്തിനൊടുവിലാണ് ദൈവജനത്തിന് മധ്യത്തിലേക്ക് ദൈവപുത്രൻ രക്ഷകൻ അയക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അവൻ വന്നതാകട്ടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നമുക്ക് പാപമോചനത്തിൻ്റെ രക്ഷ നേടിത്തരാൻ വേണ്ടിയാണ്. അപ്പം അതൊരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ്, രക്ഷയുടെ വാർത്ത. 1 യോഹന്നാൻ 4:9-10. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവപിതാവ് തൻ്റെ പുത്രനെ അയച്ചത്, ഒരു ക്രിസ്മസിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നന്ദിയോടെ അനുസ്മരിക്കുന്ന സംഭവം, അത് പിതാവായ ദൈവത്തിന് അവിടുത്തെ മക്കളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ദൈവം സ്നേഹമാണ്. അവിടുന്ന് മക്കളെ അത്യധികം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധനായ, പാപമറിയാത്ത തൻ്റെ പുത്രനെ ദൈവമക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ്റെ ശരീരം ക്ഷതമേൽപ്പിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ സമർപ്പിച്ച് ആ പാപത്തിന് പരിഹാരം ചെയ്ത്
ദൈവമക്കളെ രക്ഷിക്കാനായി ദൈവപുത്രനെ അയച്ചു എന്നത്. ഈ സ്നേഹത്തിൻ്റെ, ഈ മഹാത്യാഗത്തിൻ്റെ, ഈ വലിയ കരുണയുടെ, ഈ വലിയ കരുതലിൻ്റെ, ഈ വലിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ആഘോഷമാണ് ക്രിസ്മസ് ദിനത്തിൽ നാം കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് എങ്ങനെയാണ് മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് ദൈവവും ദൈവപുത്രനും ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാകര പ്രവൃത്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം നീക്കപ്പെട്ട് അത് പലപ്പോഴും ഒരു സാമൂഹികമായ അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ ഒരു ആഘോഷമായി മാറ്റപ്പെട്ടു. അതിനെല്ലാ ദൈവീകതയും ദൈവീക ലക്ഷ്യവും ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളും എടുത്തു മാറ്റപ്പെട്ട് വെറുമൊരു ഭൗതികമായ സാംസ്കാരികമായ ഒരു ആഘോഷം മാത്രമായി മാറി. പലപ്പോഴും കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കാൻ, അല്ലെങ്കിൽ സമ്മാനങ്ങൾ പരസ്പരം കൈമാറാൻ, അല്ലെങ്കിൽ കുടുംബപരമായി അവധി ആഘോഷിക്കാനുള്ള ഒരവസരം, ഒരു ഹോളിഡേ സീസൺ പരമ്പരാഗതമായി അവധി ആഘോഷിക്കുന്ന ഒരു സമയം, അതുമാത്രമായി ഇന്ന് പലപ്പോഴും ക്രിസ്മസ് മനുഷ്യന്. പ്രിയപ്പെട്ടവർ, പലപ്പോഴും ചിലപ്പോൾ ദേശീയമായി അല്ലെങ്കിൽ സീസണലായുള്ള ഒരാഘോഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മഞ്ഞ് വീഴുകയും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുന്നൊരു സമയം. ഇവിടെ നിന്നെല്ലാം മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും ഉദ്ദേശങ്ങളിൽ നിന്നെല്ലാം ദൈവവും ദൈവപുത്രനും ദൈവത്തിൻ്റെ പ്രവൃത്തികളും പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടു. ഇനി ക്രിസ്മസ് ആഘോഷിക്കുന്നവർ പോലും അവിടെ ദൈവപുത്രൻ്റെ പടമോ അല്ലെങ്കിൽ ദൈവപുത്രൻ ജനനത്തിന് ചിത്രമോ ഒന്നുമില്ല. ഭൗതികമായ ചില ആഘോഷങ്ങളും ഒക്കെയായി രക്ഷയുടെ പ്രത്യാശയോ രക്ഷ നൽകുന്ന ആനന്ദമോ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശകളോ ഒന്നുമില്ലാത്ത ഒരു ആഘോഷമായി മാറി പലപ്പോഴും ഇന്ന് ക്രിസ്മസ്. ഇനി മറ്റു പലർക്കും ഇതൊരു കൊമേഴ്സ്യലായ ഒരു സംഭവമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഷോപ്പിങ്ങിന് പോവുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന സമയം. അപ്പോൾ അതിനു വേണ്ടിയുള്ള വ്യാപാരം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ പരിപാടികൾ മാത്രം സംഭവിക്കുന്നൊരു കാലം. അല്ലെങ്കിൽ മനുഷ്യനെങ്ങനെ എൻ്റർടൈൻമെൻറ്റ് നൽകാം, എങ്ങനെ ടൂറിസം വളർത്താം ഈ സീസണിൽ, അങ്ങനെ സാമ്പത്തികമായി ലാഭം കൊയ്യാൻ വേണ്ടി വെറുമൊരു കൊമേഴ്സ്യലായ നേട്ടം കൊണ്ടുതരുന്ന ഒരു അവസരമായി മാറി ക്രിസ്മസ് പലർക്കും. സാന്റാക്ലോസ് സംവിധാനമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയുടെ ചിത്രങ്ങൾ, ഇതൊക്കെ ചുറ്റും നിറഞ്ഞ് ഒരു ഷോപ്പിങ്ങിൻ്റെയും ആഘോഷത്തിൻ്റെയും റിലാക്സിൻ്റെയും അവധിയുടെയും ഒക്കെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിൻ്റെ ആ ഓർമ്മകളും പേറി ആ ഓർമ്മകൾ കൊടുക്കുന്നൊരു സുഖവും ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. ദൈവവുമായൊരു ബന്ധമോ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുമായൊരു ബന്ധമോ ഒന്നുമില്ലാത്തതായി മാറി ക്രിസ്മസ്. ഇനി മറ്റു പലരും ഇതിൻ്റെ ദൈവികമായ വിശ്വാസപരമായ കാര്യം എടുത്തു കളഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യം കാണിക്കാനും അഗതികളെ സഹായിക്കാനുമൊക്കെയുള്ള ഒരു മാനുഷികമായ നന്മയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമായി, ആഘോഷമായി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ദൈവബോധനം കൃത്യമായി പരിശോധിച്ചാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവിനെ കാണാൻ കഴിയും. നമ്മൾ 2 തെസ്സലോനിക്ക 2-ാം അധ്യായം വായിക്കുമ്പോൾ വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ചും ആ അന്തിക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രകൃതം. അതായത് ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ദൈവത്തെ മാറ്റി പകരം മനുഷ്യനെ അവിടെ പ്രതിഷ്ഠിക്കുന്ന ദൈവിക മൂല്യങ്ങളും ദൈവിക രക്ഷാകര പ്രവൃത്തികളും ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ വചനവും
ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശ ലക്ഷ്യങ്ങളും മാറ്റപ്പെട്ട് വെറും മാനുഷികമായ മൂല്യങ്ങളുടെ ഒരാഘോഷമാക്കി ഈ ക്രിസ്മസിനെ മാറ്റിയതിന് പുറകിലുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ എന്താണ് ക്രിസ്മസ്? എന്തിനാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഈ പറയുന്ന ഭൗതികമായ അല്ലെങ്കിൽ കൊമേഴ്സ്യലായ അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ അവധിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആഘോഷിക്കാനാണോ, അതിൽ ആനന്ദിക്കാനാണോ ഒരു ക്രിസ്തീയ വിശ്വാസി യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? അത് ഓരോ ക്രിസ്മസിലും നാം പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി ക്രിസ്മസ് എന്നത് വെറും അനുസ്മരണം മാത്രമാണോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്നതിൻ്റെ ഒരു പഴയ ഓർമ്മ പുതുക്കൽ, അന്നത്തെ കാര്യങ്ങളെ കൂടുതൽ മനോഹരമാക്കി ചിത്രീകരിച്ച് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണോ ക്രിസ്മസ് ആഘോഷം? നമുക്കറിയാം, അഗസ്റ്റ് സീസറിന് കൽപ്പന വന്നതുകൊണ്ട് പേരെഴുതിക്കാനായി ജോസഫ് പരിശുദ്ധ കന്യാമറിയത്തെയും കൂട്ടി ജോസഫിൻ്റെ പിതൃദേശമായ ബെത്ലഹേമിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചാണ് ദൈവപുത്രൻ ജനിക്കുന്നത്. മൃഗങ്ങൾ കയറാൻ പോലും മടിക്കുന്ന, മൃഗങ്ങളുടെ മലമൂത്ര വിസർജനങ്ങൾ കൊണ്ട് ദുർഗന്ധം വഹിക്കുന്ന വൃത്തികെട്ട ഒരു ഗുഹയിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അധികാരവും മഹത്വവും ശക്തിയും ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ ദൈവപുത്രൻ, സകലത്തെയും ദൈവം സൃഷ്ടിച്ച ആരു വഴിയാണോ, ആർക്കു വേണ്ടിയാണോ, ആ സർവാധികാരിയായ ദൈവത്തോട് സമാനതയുള്ള ദൈവപുത്രൻ ജനിച്ചത്. ആ പുൽക്കൂടിൻ്റെ ഇന്നത്തെ ഒരു വേർഷനൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറേ ആചാരങ്ങൾ ചെയ്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്താൽ ക്രിസ്മസ് ആഘോഷമായി എന്ന് കരുതുന്ന വലിയ ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ എന്താണ് പരിശോധിക്കേണ്ടത്? എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? ദൈവം തൻ്റെ പുത്രനെ അയച്ചപ്പോൾ എന്ത് ലക്ഷ്യങ്ങളുണ്ട്? അല്ലെങ്കിൽ ഈ പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ യഥാർത്ഥ ഫലം എന്തായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണ ലക്ഷ്യം? ദൈവം തൻ്റെ പുത്രൻ വഴി നമുക്ക് നൽകുന്ന രക്ഷ എന്ത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്ത്? അതെങ്ങനെ നേടിയെടുക്കാം? ഇതിലേക്ക് നാം തിരിയുന്നില്ലെങ്കിൽ നമ്മളുടെ ക്രിസ്മസ് ആഘോഷം ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലിയ കാപട്യവും പൊള്ളയായതും ഒരു ഫലവും ലഭിക്കാത്ത വ്യർത്ഥമായ പ്രവൃത്തിയുമായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് തിരിയണം. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, ദൈവത്തിന് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുള്ള ഓരോ ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ യേശു ക്രിസ്തു വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് പാപമോചനത്തിൻ്റെ രക്ഷ നമുക്ക് നൽകി. അതെല്ലാ ക്രിസ്തീയ വിശ്വാസികളും വിശ്വസിക്കുന്ന കാര്യമാണ്, പരിശുദ്ധ ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം. എന്നാൽ ദൈവം തൻ്റെ പുത്രൻ വഴി നമുക്ക് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ച രക്ഷ പൂർണ്ണമായോ? 2000 വർഷം മുമ്പ് യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി അവൻ പൂർത്തിയാക്കിയോ? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ 15% മാത്രമാണ് അവൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 85% അവൻ്റെ രണ്ടാം വരവിലാണ് പൂർത്തിയാകേണ്ടത്. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഒരാദ്യ ഫലം, അഡ്വാൻസ് മാത്രമാണ് യേശു ക്രിസ്തു ഒന്നാം വരവിൽ നൽകിയത്. അപ്പോൾ ബാക്കി മുഴുവനും, രക്ഷയുടെ പൂർണ്ണത മുഴുവൻ, നിത്യരക്ഷ യേശു ക്രിസ്തു നമുക്ക് തരുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ വിശ്വാസി യേശു ക്രിസ്തു വഴി ദൈവപിതാവ് നമുക്കൊരുക്കിയിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ രക്ഷയിലേക്ക് നോക്കുകയും ആ രക്ഷ സ്വന്തമാക്കാൻ എന്തു ചെയ്യണം എന്ന് പരിശോധിക്കുകയുമല്ലേ ചെയ്യേണ്ടത്. കൊളോസ്സോസ് 1:22
ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പലരും പരിശോധിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. പലരും കരുതുന്നു യേശുക്രിസ്തു വന്നു, അവൻ രക്ഷ പൂർത്തിയാക്കി തിരിച്ചുപോയെന്ന്. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവം മക്കളെ എപ്രകാരമാണോ സൃഷ്ടിച്ചത്, ആ അവസ്ഥയിലേക്ക് ദൈവമക്കളെ തിരികെ കൊണ്ടുവന്ന് അവരെ പിതാവിന് സമർപ്പിക്കുമ്പോഴല്ലേ അവൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാവുള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്. പിതാവിൻ്റെ മുൻപിൽ നമ്മെ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി സമർപ്പിക്കുമ്പോഴാണ് പിതാവ് പുത്രനെ ഏൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർത്തിയാവുന്നുള്ളൂ. 1 കൊരിന്തോസ് 15:24. അവൻ ഈ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം, അവൻ്റെ രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാവും. അപ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകണമെങ്കിൽ ഈ പ്രവൃത്തി നടക്കണം. അവനെ എങ്ങനെ സമർപ്പിക്കണം പിതാവിന്? വെറും ആത്മാക്കളെ അല്ല, ശരീരത്തോടുകൂടെ. പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി അമർത്യരും അനശ്വരരുമായി ദൈവമക്കളെ ദൈവപിതാവിന് അവൻ സമർപ്പിക്കുമ്പോൾ, ദൈവപുത്രൻ യേശു ക്രിസ്തു സമർപ്പിക്കുമ്പോഴാണ് രക്ഷാകര പ്രവൃത്തി, അവനെ പിതാവ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാകുക. അപ്പോൾ അതുകൊണ്ട് ദൈവപുത്രൻ വീണ്ടും വരുന്നത് നമുക്ക് ഈ രക്ഷയുടെ പൂർണ്ണത നൽകാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ വാനമേഘങ്ങളിൽ ന്യായവിധിക്ക് വരുന്നത് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളൂ. കാരണം അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പരിശോധിക്കാൻ പോയിട്ടില്ല. പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് അവരുടെ അറിവും ചിന്തയും കൊടുക്കുന്ന ഒരുതരം ആത്മീയ ധാർഷ്ട്യം അവരെ കൊണ്ട് ചിന്തിപ്പിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു ക്രിസ്ത്യാനി അതിനപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല, പരിശോധിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, യേശു ക്രിസ്തു ഈ വിധി നടത്താൻ വേണ്ടി മാത്രമല്ല വരുന്നത്, രക്ഷ നൽകാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ രക്ഷ നൽകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ പല അല്പബുദ്ധികളും അത് യേശു ക്രിസ്തുവിന് ഒന്നാം വരവിനെ നിഷേധിക്കുന്നതാണ്, അവൻ നൽകിയ രക്ഷയെ തള്ളിക്കളയുന്നതാണ് എന്ന് ബാലിശമായി വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഒന്നാം വരവിൽ തന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവൻ വീണ്ടും വരുമ്പോൾ തരുന്ന രക്ഷയ്ക്കായി നാം കാത്തിരിക്കണമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ തരാൻ വേണ്ടിയാണ്. ഹെബ്രായർ 9:28. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ വളരെ കൃത്യമായി ഇവിടെ തന്നെയല്ല, മറ്റനേകം വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ വീണ്ടും വരുമ്പോൾ നമുക്കൊരു രക്ഷയുടെ പൂർണ്ണത നൽകാനിരിക്കുന്നു. അതവനെ ഒരുങ്ങി കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. 1 പത്രോസ് 1:5. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാൻ വേണ്ടിയാണ്. അവൻ വീണ്ടും വരുന്ന അന്ത്യകാലത്താണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ത്യകാലത്ത് യേശു ക്രിസ്തു നമുക്ക് നൽകാനിരിക്കുന്ന രക്ഷ എന്തെന്ന് വെളിപ്പെടുത്തപ്പെടുന്നത് പോലും അവസാന കാലത്താണ്. അപ്പോൾ അത് വളരെ കൃത്യമായി കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന പത്രോസിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ. അപ്പോൾ ഓരോ തവണ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ വിശ്വാസിയും ഈ രക്ഷയിലേക്ക് കണ്ണു നടുകയും ഈ രക്ഷ പ്രത്യാശിക്കുകയും ഈ രക്ഷ ആഗ്രഹിക്കുകയും ഈ രക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് പരിശോധിക്കുകയും ചെയ്യണ്ടേ. 1 യോഹന്നാൻ 2:25. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അപ്പോൾ ഇതും അനേകർ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്. ഇവിടെ വിശുദ്ധിയോടെ ജീവിച്ച് മരിച്ച് ആത്മാവ് സ്വർഗത്തിലേക്ക് പോയാൽ
രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം വിശ്വാസികൾ. എന്നാൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിത്യജീവൻ. അത് വാഗ്ദാനം തന്നെയാണ് ഇപ്പോഴും. ആദത്തിൻ്റെ സന്തതികൾ ആരും ഇതുവരെ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല. കാരണം അതിപ്പോഴും വാഗ്ദാനമാണ്. അവൻ തിരികെ ഈ ഭൂമിയിൽ വരുമ്പോഴാണ്, അവൻ്റെ രണ്ടാം വരവിലാണ് അവൻ നിത്യജീവൻ്റെ രക്ഷ നൽകുന്നത്. അതവനെ ആകാംക്ഷയോടെ ഒരുങ്ങിക്കാത്തിരിക്കുന്നവർക്ക്. അപ്പോൾ നിത്യജീവൻ്റെ രക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ നമ്മളെ പൂർണ്ണരാക്കുന്നത് അവൻ്റെ പ്രത്യാഗമനത്തിലാണെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. 1 തെസ്സലോനിക്ക 6-ാം അധ്യായം 23-ാമത്തെ വചനം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. ഇതൊക്കെ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ജീവിച്ചിരിക്കുന്നതിലാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, മരിച്ചു പോയ കാര്യമല്ല. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ വളരെ കൃത്യമാണ്, നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. അപ്പോൾ കൃത്യമാണ്, ശരീരമുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത്, ജീവനുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമ്മുടെ ആത്മാവും ജീവനും ശരീരവും പൂർണ്ണമായി നാം പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി പരിപൂർണരായി കഴിയുമ്പോഴാണ് ഈ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാകുക. അങ്ങനെ പരിപൂർണരാക്കപ്പെട്ടവരെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാകും. ആ ദൈവമക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ താൻ വീണ്ടും വരുമെന്ന വാഗ്ദാനം നൽകിയാണ് ദൈവപുത്രൻ യേശുക്രിസ്തു ഏകദേശം 2000 വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് പോയത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. വളരെ എല്ലാ ഭയവും നിർമ്മാർജ്ജനം ചെയ്യുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സ്ഥൈര്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ വാക്കുകളാണ്. എല്ലാ അസ്വസ്ഥതകളും എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്ന ദൈവപുത്രൻ്റെ ഏറ്റവും വലിയൊരു ഉറപ്പാണ് ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈ വാഗ്ദാനത്തിലെ ഓരോ വാക്കുകളും അതീവ ശ്രദ്ധയോടെ നാം പരിശോധിക്കണം. അവൻ വാഗ്ദാനം ചെയ്തത് അവൻ തിരികെ വന്നൊരു ഗണത്തെ രക്ഷ നൽകി, നിത്യജീവൻ നൽകി, പരിപൂർണരാക്കി കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നാം എവിടെയാണോ, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകേണ്ടവർ എവിടെയാണോ അവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന് അവൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് മാത്രമാണ് അവനൊരു ഗണത്തെ, ആ രക്ഷ സ്വന്തമാക്കുന്ന ഗണത്തെയും കൊണ്ട് അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവപുത്രൻ്റെ രണ്ടാം വരവ് ഈ ഭൂമിയിൽ തന്നെയാണ്, വാനമേഘം വരെ മാത്രമല്ല. ഇത് തെളിയിക്കാൻ അനേകം ദൈവവചന നമുക്ക് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവന് ഭൂമിയിലേക്ക് വരണം, ഒരു ഗണത്തിന് രക്ഷ നൽകണം, അവരെ കൂട്ടിക്കൊണ്ടു പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു 2000 വർഷം മുമ്പ് ദൈവപുത്രൻ ജനിച്ചപ്പോൾ ആ ജനിച്ചു എന്ന അറിയിപ്പ് നൽകിയത് ആരാണ്? സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഒരു സദ്വാർത്ത അറിയിച്ചു. അപ്പോൾ രണ്ടാം വരവിൽ ദൈവപുത്രൻ വീണ്ടും ഈ ഭൂമിയിൽ വരും. എങ്ങനെയാണ് വരുന്നത്, വരവിൻ്റെ രഹസ്യങ്ങൾ എന്താണ് എന്നെല്ലാം പരിശുദ്ധ ബൈബിളിൽ ദൈവം മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാം വരവിൽ ആരാണ് ഈ വഴി ഒരുക്കുക, ആരാണ് ഈ സദ്വാർത്ത അറിയിക്കുക? അങ്ങനെ ആരെങ്കിലും കുറിച്ച്
പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? 2000 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം ഒരു കേട്ടറിവ് പോലെ കൊണ്ടു നടക്കുന്ന ഓരോ വിശ്വാസിയും ഇത് പരിശോധിക്കാറില്ല. എന്തൊക്കെയോ ചില കാര്യങ്ങൾ, ചില ധാരണകൾ ഉള്ളിൽ കൊണ്ടു നടന്ന് ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ഭൗതികമായ ഒരു ആഘോഷം മാത്രമാക്കി ക്രിസ്മസിനെ ചുരുക്കി ജീവിക്കുന്നവർക്ക് ഇത്തരം ചിന്തകളൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. അപ്പോൾ ദൈവപുത്രൻ രണ്ടാമത് വരുമ്പോൾ, രക്ഷയുടെ പൂർണ്ണ നൽകാൻ വരുമ്പോൾ, അവൻ വന്നു എന്ന് നമ്മളെ അറിയിക്കുന്ന, സദ്വാർത്ത അറിയിക്കുന്നത് ആരാണ്? അങ്ങനെ ഒരു സദ്വാർത്ത ദൂതനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി വായിച്ചെങ്കിൽ തന്നെ പലപ്പോഴും പലരും അതൊക്കെ 2000 വർഷം മുമ്പത്തെ കാര്യമാണ്, അതൊക്കെ യേശുക്രിസ്തു വന്നപ്പോൾ കഴിഞ്ഞു എന്ന് ചിന്തിച്ചെല്ലാം എഴുതിത്തള്ളുന്നതാണ് പലരുടെയും രീതി. ഏശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായം 7-8 വചനങ്ങൾ. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ സദ്വാർത്ത അറിയിക്കുന്ന ഒരുവനുണ്ട്, അവൻ്റെ പാദം എത്ര മനോഹരമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ വരവറിയിക്കുന്ന, അവനിതാ നിന്നെ ഭരിക്കാൻ വരുന്നു എന്ന് അറിയിക്കുന്ന ഒരു സദ്വാർത്ത കൊണ്ടുവരുന്ന ദൂതനുണ്ട്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു. അവൾ രക്ഷ സ്വീകരിക്കാനുള്ള ഗണത്തിന് ദൈവം കാവൽക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇതാ നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. വലിയ സന്തോഷത്തിന് ഗാനമാണ്. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ ഒന്നാം വരവിനെ കുറിച്ചല്ല. ഈ വരവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സദ്വാർത്ത വിളംബരം ചെയ്യുന്ന, അറിയിക്കുന്ന ഒരു ദൂതനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ വഴിയൊരുക്കുന്നവൻ. മലാക്കി 3:1-2. ഇതാ എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ദൈവം അതിനെ കൃത്യമായി പരിശോധിച്ചാൽ കാണാം, ഇത് 2000 വർഷം മുമ്പ് വഴിയൊരുക്കിയ സ്നാപയോഹന്നാനെ കുറിച്ചല്ല. ഇതാ എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഉടമ്പടിയുടെ ദൂതനായ, വഴിയൊരുക്കുന്ന ഒരു ദൂതൻ സദ്വാർത്തയുമായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ്, അവൻ വെളിപ്പെടുന്നതിന് മുൻപ് വെളിപ്പെടും. അവൻ സദ്വാർത്ത പ്രഘോഷിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അപ്പോൾ ഇത് ഒന്നാം വരവല്ല എന്ന് വളരെ വ്യക്തം. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്കു കഴിയും? യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. അപ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കരുത്തും യോഗ്യതയും നേടാൻ ഒരു സമയം ആവശ്യമാണ്. അത് നേടിയവർക്ക് മാത്രമേ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്നാം വരവിൽ അങ്ങനെ ആയിരുന്നില്ല. കാരണം അവൻ പാപികളെ തേടിയാണ് വന്നത്. ഒരു യോഗ്യതയുമില്ലാത്തവർ അവൻ്റെ മുമ്പിൽ നിന്നു. അനുതപിച്ച എല്ലാ പാപികളോടും കരുണ കാണിച്ചു. ദൈവജനത്തിൻ്റെ പാപം മുഴുവൻ സ്വയം വഹിച്ചുകൊണ്ട് അവനതിന് പരിഹാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ദൈവവചനങ്ങൾ അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്. ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. അപ്പോൾ ഇങ്ങനെ സദ്വാർത്ത കൊണ്ടുവരുന്ന ദൂതനാണ് ഒരു ഗണത്തെ ഒരുക്കുന്നത് ദൈവപുത്രന് വേണ്ടി. യെശയ്യാ 40:3-10. ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. ഇപ്പോൾ 2000 വർഷം മുമ്പ് ഇതിനൊരു ദൃഷ്ടാന്തം കണ്ടു. മരുഭൂമിയിൽ മുഴങ്ങിയ ഒരു സ്വരം സ്നാപക യോഹന്നാനിലൂടെ. വിജനപ്രദേശത്ത്
നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. എന്നാൽ ഇങ്ങനെയൊന്നും ഒന്നാം വരവിൽ നടന്നില്ല. എന്താണ് ഈ മരുഭൂമി, എന്താണ് ഈ വിജനദേശം എന്ന് നാം പഠിക്കണം. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാവും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ഒന്നാം വരവിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, കൊളോസ്സോസുകളുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ജീവൻ ആയ കർത്താവ് ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടൊപ്പം നാമും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ മഹത്വത്തോടെ അവൻ വെളിപ്പെടുന്നത് അവന് രണ്ടാം വരവിലാണ്. അപ്പോൾ ഈ വഴി ഒരുക്കപ്പെടുന്ന, സ്വരം മുഴങ്ങുന്നത്, ഈ കുന്നുകൾ നികത്തപ്പെടുന്നത് ഒക്കെ അവൻ്റെ രണ്ടാം വരവിലാണ്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ചത് ദർശിക്കും. കർത്താവാണ് ഈ അരുളി ചെയ്യുന്നത്. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. ഇത് പക്ഷെ മനുഷ്യൻ തിരിച്ചറിയാറില്ല. വീണ്ടും ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി, ജഡികമായ അല്പകാലത്തെ സുഖങ്ങൾക്ക് വേണ്ടി അവൻ പരക്കം പായുകയാണ്. സദ്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. അപ്പോൾ അങ്ങനെ ശക്തിയോടെ സ്വരമുയർത്തി അന്ത്യകാലത്ത് പ്രഘോഷിക്കുന്ന ഒരു സദ്വാർത്തയുണ്ട്. സദ്വാർത്തയുമായി വരുന്ന ജെറൂസലേമെ നിർഭയം വിളിച്ചു പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗമനം വിളിച്ചറിയിക്കുന്ന ഒരു സദ്വാർത്ത അന്ത്യകാലത്ത് മുഴങ്ങും. അപ്പോൾ 2000 വർഷം മുമ്പ് ദൂതൻ മുഴക്കിയ ഒരു സദ്വാർത്തയുടെ അനുസ്മരണം ആഘോഷിക്കുന്ന ഈ വേളയിൽ അന്ത്യകാലത്ത് മുഴക്കപ്പെടും, പ്രഘോഷിക്കപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്ന ഈ സദ്വാർത്തയിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ തിരിയാൻ. ഇതാ ദൈവമായ കർത്താവ് വരുന്നു, അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകാൻ ഇന്നോളം ദൈവം മക്കൾക്കായി കാത്തു സൂക്ഷിച്ച, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ സമ്മാനം നൽകാൻ ദൈവം വരുന്നത് അന്ത്യകാലത്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സദ്വാർത്ത മുഴങ്ങുന്നതും അന്ത്യകാലത്താണ്. ഇത് പ്രഘോഷിക്കപ്പെടുന്നതും അന്ത്യകാലത്താണ്. ഇത് പ്രഘോഷിക്കപ്പെടുന്നത് കാലത്തിൻ്റെ പൂർണ്ണതയായി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ ദൈവവചനത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സദ്വാർത്തയിലേക്കാണ് നാം ഈ ക്രിസ്മസ് വേളയിൽ തിരിയേണ്ടത്. ലൂക്ക 1:16-17 ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്നാപയോഹന്നാൻ മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് വന്നു. അവൻ കുറേയേറെ പേരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു, കുറേയേറെ പേരെ നയിച്ചു. എന്നാൽ അതിൻ്റെ പൂർണ്ണത അന്ന് സംഭവിച്ചില്ല. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും. നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മഹത്വവും ഭീതിജനവുമായ ദിവസം, കർത്താവിൻ്റെ ദിനം വരുന്നതിന് മുമ്പ് ആണ് ഈ പ്രവൃത്തി നടക്കുക. അപ്പോൾ 2000 വർഷം മുമ്പ് സംഭവിച്ച കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്, അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ യോഹന്നാനെക്കുറിച്ച് ആണ് ഈ വചനമെന്നും അത് 2000 വർഷവും പൂർത്തിയായി എന്ന് തോന്നാമെങ്കിലും ശ്രദ്ധയോടെ പരിശോധിച്ചാൽ അത് അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന വചനമാണെന്ന് മനസ്സിലാവും. കാരണം സ്നാപയോഹന്നാൻ ഒരു ഗണത്തെ, സജ്ജീകൃതമായ ഒരു ജനതയെ ഒരുക്കി
യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചതായി നാം കാണുന്നില്ല. ഇനി യേശു ക്രിസ്തു വന്നതാകട്ടെ ഒന്നാം വരവിൽ ഒരുക്കമുള്ള ജനതയെ തേടിയല്ല. അവൻ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ വന്ന് നീതിമാന്മാരെ തേടിയല്ല, ഒരുക്കമുള്ളവരെ തേടിയല്ല, പാപികളെ തേടിയാണ്. കാരണം അവൻ വന്നത് പാപപരിഹാരം ചെയ്യാനാണ്. അപ്പോൾ ഒരുക്കമുള്ള ഒരു ജനതയെ, അവന് വേണ്ടി ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ജനതയെ, അവൻ വീണ്ടും വരുമ്പോൾ നമുക്ക് തരാനിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാനായി ഒരു ഗണത്തെ ഒരുക്കി അവനെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവന് രണ്ടാം വരവിലാണ്, അവൻ പ്രത്യാഗമനം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് അന്ത്യകാലത്ത് മുഴങ്ങുന്ന സദ്വാർത്തയിലൂടെയാണ്. ആ സദ്വാർത്തയുടെ അനുസരണത്തിലൂടെയാണ്. ആ സദ്വാർത്തയിൽ കേൾക്കുന്നത് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിലൂടെയാണ്. ആ സദ്വാർത്ത കേട്ട് ജീവിതം ക്രമീകരിച്ച് ഒരുക്കപ്പെടുന്നവർക്കാണ് ഈ രക്ഷ സ്വന്തമാക്കാൻ കഴിയുക. യെശയ്യാ 61:1-2 ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്നത്, ഈ പ്രവചനം പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു രക്ഷകനായി വന്നു എന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഓരോ വിശ്വാസിയും അവൻ തരാനിരിക്കുന്ന രക്ഷയിലേക്ക് നമുക്കെങ്ങനെ പ്രവേശിക്കാം എന്ന് പരിശോധിക്കണ്ടേ. കാരണം അവൻ വീണ്ടും വരുന്നത് നമുക്ക് രക്ഷ നൽകാൻ വേണ്ടിയാണ്. ഹെബ്രായർ 9:28 അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയുണ്ട്. ആ രക്ഷയ്ക്ക് വേണ്ടി അവനെ കാത്തിരിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഈ ക്രിസ്മസ് ആഘോഷം എത്ര പേരെ ഇതിലേക്ക് തിരിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ നാം പരിശോധിക്കുന്ന സമയമായിരിക്കും. റോമ 13:11 ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അതിനാർക്കാണ് സമയം? ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും, ഈ ലോകം തരുന്ന സുഖങ്ങൾ ആസ്വദിക്കാനും, ഈ ലോകത്തിൻ്റെ മഹത്വം നേടാനും, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കാനുമൊക്കെ ശീലിച്ച മനുഷ്യർ എങ്ങനെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയും? അപ്പോൾ ഇതെല്ലാം നാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഒരു വിശ്വാസി കാലത്തിൻ്റെ പ്രത്യേകത അറിയണം, അഥവാ കാലം തിരിച്ചറിയണം, അഥവാ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. അവൻ വാതിൽക്കലെത്തി എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. അവൾ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നമുക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ദൈവത്തിൻ്റെ മുൻപിൽ എന്തർത്ഥം, എന്ത് ഫലം? അപ്പോൾ കാലത്തെ നാം തിരിച്ചറിയണം. അപ്പോൾ കാലം തിരിച്ചറിയൽ എന്ത് വേണം? സഭാപ്രസംഗൻ 8-ാം തിരുവചനം കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാകുകയില്ല, ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. അപ്പോൾ സമയം അറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ടായിരിക്കണം, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ ലോകത്തിൻ്റെ വിജ്ഞാനമല്ല, ഈ ലോകത്തെ ഡിഗ്രി അല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലെ അനുഭവങ്ങൾ തരുന്ന ലൗകികമായ ജ്ഞാനമല്ല, ഏക സത്യ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. ഈ ജ്ഞാനമാണ് വഴിയും സമയവും അറിയാൻ നമ്മളെ പ്രാപ്തരാകും. അതുകൊണ്ട് പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നമുക്ക് കാണാം, അന്ത്യകാലത്ത് നാം ഏറ്റവും വിലയുറ്റതായി തിരിച്ചറിഞ്ഞ് നാം ഏറ്റവും അധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നേടിയെടുക്കാൻ അധ്വാനിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. വചനം പറയുന്നു, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവിടുന്ന് അവർക്ക് അത് ഉദാരമായി നൽകും. കുറ്റപ്പെടുത്താതെ ഏവർക്കും ഉദാരമായി നൽകുന്നവനാണ് ദൈവം.
അപ്പോൾ ജ്ഞാനി തക്ക സമയം വഴിയും അറിയുന്നു. പക്ഷേ ജ്ഞാനം നാം സ്വീകരിക്കണമെങ്കിൽ, ഈ ജ്ഞാനം നാം വിലമതിക്കണമെങ്കിൽ, ഈ ജ്ഞാനത്തെ നാം സ്നേഹിക്കണമെങ്കിൽ, ഈ ജ്ഞാനത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യമുണ്ട്. പ്രഭാഷകൻ 38:24. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. അപ്പോൾ വ്യഗ്രതയിലായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ജ്ഞാനത്തെ വിലമതിക്കാനോ സ്നേഹിക്കാനോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് തങ്ങളെ വഞ്ചിച്ച സാത്താനെ കീഴ്പ്പെടുത്തി തകർത്ത് നഷ്ടപ്പെട്ടെല്ലാം തിരികെ വാങ്ങി തിരികെ ചെല്ലാനായി ദൈവം ലോകത്തിലേക്ക് അയച്ചെങ്കിലും ഈ ലോകത്തിൻ്റെ മാസ്മരികതകൾ കാണിച്ച് അവൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളെ ഉണർത്തി, ജഡമോഹങ്ങളെ ഉണർത്തി ലോകാത്മാവിനെ നിറച്ച് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നവരായി, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരായി മനുഷ്യനെ സാത്താൻ മാറ്റി. അപ്പോൾ അനേകം കാര്യങ്ങൾ വ്യഗ്രചിത്തരാക്കി ദൈവത്തെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ സ്വർഗീയമായവയെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഈ ലോകവ്യാപാരങ്ങളിൽ മനുഷ്യനെ കുടുക്കിയിടുന്ന തരം ഒരു വ്യഗ്രതയിലാഴ്ത്തി മനുഷ്യനെ. അതുകൊണ്ട് ജ്ഞാനം നേടാനുള്ള താല്പര്യമോ സമയമോ മനുഷ്യനില്ല. ലൂക്ക 21:34-36. സുഖലോലുപത, ആസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ, കർത്താവിൻ്റെ ദിനം, ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം, നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ആസക്തികളും സുഖലോലുപതയും ഒരുവൻ്റെ വ്യഗ്രത കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് മനുഷ്യൻ വ്യഗ്രതയുടെ അടിമത്തത്തിലാണ്. കാരണം അത്രമാത്രം സുഖലോലുപതയും പലതരം ആസക്തികളും മനുഷ്യനെ കീഴടക്കിയിരിക്കും. ആ സുഖലോലുപത നിലനിർത്താൻ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സുഖങ്ങൾ നേടാൻ അവൻ കൂടുതൽ വ്യഗ്രതചിത്തനായി മാറും. ആസക്തികൾ പൂർത്തീകരിക്കാൻ അവൻ കൂടുതൽ കൂടുതൽ വ്യഗ്രതയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സമയം തിരിച്ചറിയാനുള്ള ജ്ഞാനം സ്വന്തമാക്കാൻ കഴിയുന്നില്ല. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവദിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. കർത്താവിൻ്റെ ഉപദേശം എത്ര പേര് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്? ഈ താക്കീത് എത്ര പേരെ ജാഗരൂകരാക്കിയിട്ടുണ്ട്? ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ വിശ്വാസിയും തൻ്റെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനങ്ങൾ ആഴമായി ധ്യാനിക്കണം. ഈ താക്കീതിൻ്റെ മുമ്പിൽ നീ എവിടെ നിൽക്കുന്നു എന്ന് ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കണം. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ 2000 വർഷം പുറകോട്ടൊന്ന് മാറി ചിന്തിക്കാം. അവൻ്റെ ഒന്നാം വരവിൽ വഴിയൊരുക്കാനായി ദൈവം അയച്ച ദൂതനെ, പ്രവാചകനെ ആര് വിശ്വസിച്ചു? ആർക്കാണ് വിശ്വസിക്കാൻ കഴിഞ്ഞത്? ആര് വിശ്വസിച്ചില്ല? ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. യോഹന്നാൻ 5:37-38. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു പറയാം, അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ആരും ദൈവത്തെ കേട്ടിട്ടില്ല നേരിട്ട്, ആരും ദൈവത്തെ കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു അന്നത്തെ വിശ്വാസികളെ, ദൈവജനത്തെ നോക്കി, അല്ല തങ്ങൾ ദൈവജനമാണെന്ന് അഭിമാനിച്ചവരെ നോക്കി കുറ്റപ്പെടുത്തുന്നതാണ്. ദൈവമയച്ച ദൈവപുത്രൻ യേശുക്രിസ്തുവിലോ ദൈവമയച്ച മനുഷ്യനായ സ്നാപക യോഹന്നാനിലോ അവർ വിശ്വസിച്ചില്ല എന്ന് യേശുക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഈ വിശ്വസിക്കാഞ്ഞവർ തങ്ങളാണ് അഭിഷിക്തരെന്നും തങ്ങളാണ് വചനമറിയുന്നവരെന്നും തങ്ങളാണ് ദൈവത്തിൻ്റെ വക്താക്കളെന്നും തങ്ങളാണ് അറിവുള്ളവരെന്നും സ്വയം കരുതുകയും അത് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ഏറ്റുപറയിക്കുകയും ചെയ്തവരാണ്.
മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 യേശുക്രിസ്തു വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ചുങ്കക്കാരെയും വേശ്യകളെയൊക്കെ അന്നത്തെ സമൂഹം, അന്നത്തെ അധികാരികൾ, ഫരിസേയർ, പുരോഹിതരൊക്കെ ഏറ്റവും നികൃഷ്ടരായി തള്ളിക്കളഞ്ഞൊരു ഗണമാണ്. ഒരിക്കലും അവർ രക്ഷപ്പെടില്ല, ദൈവത്തിൻ്റെ ക്രോധത്തിൽ അവർ നശിച്ചു പോകും എന്ന് കരുതി സ്വയം നീതീകരിച്ചവരായിരുന്നു അന്നത്തെ അധികാരികളും നേതാക്കളും. അവരോടാണ് യേശുക്രിസ്തു പറയണത്. എന്തെന്നാൽ യോഹന്നാൻ ദൈവം അയച്ച മനുഷ്യൻ, വഴിയൊരുക്കാൻ അയക്കപ്പെട്ടവൻ, നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലിയൊരു തിന്മയാണ് ദൈവം അയച്ചവരെ വിശ്വസിക്കാത്തത്. അതിൻ്റെ ഗൗരവം അന്നവർ മനസ്സിലാക്കിയില്ല, ഒരുപക്ഷെ ഇന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും കർത്താവിൻ്റെ കുറ്റപ്പെടുത്തുന്ന ഗൗരവം നോക്കി, അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. അപ്പോൾ അനുതപിക്കാൻ കഴിയാത്ത ഹൃദയ കാഠിന്യം, ആത്മീയ അഹങ്കാരമാണ് പുത്രന് വഴിയൊരുക്കാൻ ദൈവം അയച്ചവനിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം. ഇത് നാം ഇന്ന് അതീവ ഗൗരവത്തോടെ പരിശോധിക്കണം. കാരണം നമ്മൾ കണ്ടു, കർത്താവിൻ്റെ രണ്ടാം വരവിലും അവൻ്റെ വരവിൻ്റെ സദ്വാർത്ത അറിയിച്ച് അവന് വഴിയൊരുക്കിക്കൊണ്ട് ഒരു ഗണത്തെ അവന് വേണ്ടി ഒരുക്കാൻ ഒരുവൻ അയക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അയക്കപ്പെടുന്ന സന്ദർഭത്തിൽ വഴിയൊരുക്കാൻ അയക്കപ്പെടുന്നവനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യണ്ടേ? അപ്പോൾ ദൈവം അയച്ചവനെ വിശ്വസിക്കുമ്പോഴാണ് നാം സദ്വാർത്ത സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരായി നാം മാറുക. ഇവിടെ അതുകൊണ്ട് ക്രിസ്മസിൽ എന്ത് ചെയ്യണം? പുത്രനെ അയച്ചെന്ന പിതാവിൻ്റെ സ്നേഹം നാം തിരിച്ചറിയണം. പുത്രനോട് നമ്മളോട് സ്നേഹം നാം തിരിച്ചറിയണം. പുത്രൻ നൽകാതിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണത എന്ത് എന്ന് നാം അന്വേഷിക്കണം. പുത്രൻ്റെ രണ്ടാം വരവ് നാം എങ്ങനെ അറിയും? അതിനെങ്ങനെ ഒരുങ്ങും? ആ രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്ന് നാം തിരിച്ചറിയണം. നാം എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് നാം പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർക്ക് ശേഷം വെളിപാടുകളൊന്നുമില്ല എന്ന് പഠിപ്പിക്കുകയും അത് കേട്ട് പഠിക്കുകയും ചെയ്തൊരു ജനത്തിന് ഇത് തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ കാണാം, അന്ത്യകാലത്ത് ദൈവം നൽകുന്ന വെളിപാട് ഉണ്ട്. അനേകം ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ അറിവ് തന്ന് അവൻ തരുന്ന രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ട്. അപ്പോൾ മുൻവിധികളില്ലാതെ ഹൃദയത്തുറവിയോടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. റോമ 10:14-15 എന്നാൽ തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ദൈവപുത്രൻ വീണ്ടും വരുമ്പോൾ അവൻ തരുന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം അവൻ വെളിപ്പെടുമ്പോൾ ഒരുക്കമുള്ളവരായി കാണപ്പെടണം. അപ്പോൾ ദൈവപുത്രൻ രണ്ടാം വരവ് അറിയിച്ചുകൊണ്ട് സദ്വാർത്ത മുഴങ്ങുമ്പോൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഒരുങ്ങാൻ സാധിക്കും? അപ്പോൾ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സദ്വാർത്ത പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സദ്വാർത്തയുമായി ദൈവം അയക്കുന്നവൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചാലാണ് ദൈവപുത്രൻ വെളിപ്പെടുന്നതിന് മുമ്പ് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും രക്ഷ സ്വന്തമാക്കാനും കഴിയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഒന്നാം വരവിൽ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28, 23, 28 അവനുമായി സംസാരിക്കാൻ അവർ
ഒരു ദിവസം നിശ്ചയിച്ചു. പൗലോസ് റോമായിലെത്തിയപ്പോൾ സംഭവിച്ച കാര്യമാണ്. അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി. രാവിലെ മുതൽ സന്ധ്യ വരെ പൗലോസ് മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ദൈവവചനം ഉദ്ധരിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് ബോധ്യപ്പെടുത്താൻ പൗലോസ് പരിശ്രമിച്ചു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റു ചിലർ അവിശ്വസിച്ചു. യാഥാർത്ഥ്യം തിരിച്ചറിയണേ. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു: പ്രവാചകനായ യേശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അത് 2000 വർഷം മുമ്പ് മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവപുത്രൻ രണ്ടാം വരവിനെക്കുറിച്ചുള്ള, അവൻ വീണ്ടും തരുന്ന രക്ഷയെക്കുറിച്ചുള്ള സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമ്പോഴും ശരിയാണ്, അഥവാ കൂടുതൽ ശരിയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ഞാൻ അവരെ രക്ഷിക്കുകയും ചെയ്യുക അസാധ്യം. അപ്പോൾ ദൈവത്തിന് അസാധ്യമായൊരു കാര്യം നാം കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി അനുതപിക്കുന്നില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുക ദൈവത്തിനും അസാധ്യമാണ്. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എത്ര ഭീകരമായ, എത്ര ദുരന്തമായ ഒരവസ്ഥയാണ്. എന്നാൽ ഈ കണ്ണുകൾ അടച്ചു കളഞ്ഞവർ എന്ത് അവകാശപ്പെടുന്നു? ഞങ്ങൾ കാണുന്നു. ചെവി അടച്ചവർ എന്ത് പറയുന്നു? ഞങ്ങൾ കേൾക്കുന്നു. ഹൃദയം അടച്ചവർ എന്ത് പറയുന്നു? ഞങ്ങളാണ് വിശുദ്ധർ, ഞങ്ങളെല്ലാം കാണുന്നവരാണ്, ഞങ്ങൾ മാനസാന്തരപ്പെടുന്നവരാണ്, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം നോക്കുമ്പോൾ ഹൃദയം കഠിനമായിരിക്കുന്നു, കണ്ണ് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ചെവി മന്ദീഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ഇന്ന് നാം പരിശോധിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:47-48. കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു: ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടു, നിത്യജീവൻ ദൈവപുത്രൻ്റെ രണ്ടാം വരവിലാണ്. അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അവൻ നൽകുന്നത്. അപ്പോൾ നിത്യജീവനും നിയോഗം ലഭിച്ചിട്ടുള്ളവരുണ്ട്. ഈ നിയോഗം ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് വിശ്വാസ വരം ലഭിക്കുക. അവർക്ക് മാത്രമാണ് വിശ്വസിക്കത്തക്ക വിധം അനുതപിക്കാനുള്ള കൃപ ദൈവം നൽകുക. അപ്പോൾ അനുതപിക്കാൻ കഴിയാത്തവരുടെ ഹൃദയമാണ് കഠിനമായി തീർന്നിരിക്കുന്നത്, കണ്ണുകൾ അന്ധമായി തീർന്നിരിക്കുന്നത്, ചെവികൾ മന്ദീഭവിക്കപ്പെട്ടിരിക്കുന്നു. സഫാനിയ 1:18. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല. അപ്പോൾ അനേകർ തങ്ങളെ സമ്പത്തിൽ ആശ്രയിക്കുന്നുണ്ട്. തങ്ങളുടെ ഭൗതിക സമ്പത്ത്, തലമുറകൾക്ക് വേണ്ടി തങ്ങൾ ശേഖരിച്ചു വരിക സമ്പത്ത് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ തങ്ങളെ മറയ്ക്കുമെന്ന് വ്യാമോഹിച്ച് ജീവിക്കുന്നവർ. ഈ ലോകത്തിൽ സമ്പത്ത് നേടി എന്നാൽ ദൈവത്തിന് മുമ്പിൽ സമ്പത്തില്ലാത്തവനെ യേശുക്രിസ്തു വിളിക്കുന്ന പേര് ഭോഷൻ എന്നാണ്. അപ്പോൾ ഭോഷനായ ധനികൻ, കാരണം അവൻ വിചാരിക്കുന്നു കർത്താവിൻ്റെ ക്രോധത്തിൽ തൻ്റെ സ്വർണത്തിനും വെള്ളിക്കും ആ ക്രോധം തടഞ്ഞു നിർത്തി തന്നെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ വചനം സാക്ഷ്യപ്പെടുത്തുന്നു അതിന് കഴിയില്ല. അപ്പോൾ മനുഷ്യൻ സമ്പത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്,
സമ്പത്ത് കൊടുക്കുന്ന ഒരു വ്യർത്ഥമായ സുരക്ഷിതത്തിലായിരിക്കുന്നതുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വചനത്തെയും തിരസ്കരിക്കുന്നവരായി മാറി. 1 കൊരിന്തോസ് 13:8-10. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. അപ്പോൾ മനുഷ്യനിന്ന് ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കാനും തള്ളിക്കളയാനും അവനെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയം അടച്ചു കളയാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിജ്ഞാനം. ഈ ലോകത്തിൽ തനിക്കുണ്ട് എന്ന് മനുഷ്യൻ കരുതുന്ന അറിവ്, സമ്പത്ത് നേടിക്കൊടുക്കാൻ അവനെ പ്രാപ്തമാക്കുന്ന അറിവ്, ഈ അറിവുകൊണ്ട് എല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ വ്യാമോഹിക്കുന്നു. പക്ഷെ വചനം പറയുന്നു, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവ്, പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അഹങ്കരിക്കുന്ന, മനുഷ്യർ ഞെളിയുന്ന, മനുഷ്യർ സുരക്ഷിതത്വം കണ്ടെത്തുന്ന ഈ എല്ലാ അറിവും ദൈവത്തിൻ്റെ പൂർണ്ണമായ അറിവ് വെളിപ്പെടുമ്പോൾ അസ്തമിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഈ അറിവിന് അവനെ രക്ഷിക്കാനാവില്ല. ഇവിടെ 2000 വർഷം മുമ്പ് എന്തുകൊണ്ടാണ് അറിവുണ്ടെന്ന് അവകാശപ്പെട്ടവർ ഈ സദ്വാർത്ത സ്വീകരിക്കാതിരുന്നത്? തങ്ങളുടെ അറിവ്, തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ പഠനങ്ങൾ, തങ്ങളുടെ തിയറികൾ, ഇതെല്ലാം അവരുടെ കണ്ണുകളെ അന്ധമാക്കി. ആത്മീയ അന്ധകാരത്താൽ, ആത്മീയ ധാർഷ്ട്യത്താൽ അവർ ഹൃദയം അടയ്ക്കപ്പെട്ടു, കഠിനമായി തീർന്നു. അവർക്ക് ചെറുതാകാനോ വചനത്തിനു മുമ്പിൽ ചെവി തുറക്കാനോ കഴിഞ്ഞില്ല. ഈ സദ്വാർത്തയെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, മനുഷ്യൻ്റെ അറിവ് കൊണ്ട് ആരും ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഫലം സ്വന്തമാക്കുന്നില്ല, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. 1 കൊരിന്തോസ് 1:19-21. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും. അപ്പോൾ വിജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന ഒരു തലമുറ, എല്ലാ വിജ്ഞാനവും തങ്ങളുടെ കൈപ്പിടിയിലുണ്ട് എന്നതിൻ്റെ പേരിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളെയും നിരാകരിക്കുന്ന, നിന്ദിക്കുന്ന, അവഗണിക്കുന്ന ഒരു തലമുറ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? ദൈവം പ്രവർത്തിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? അത് വെളിപ്പെടുന്ന സമയമാണ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയം. അവൻ രക്ഷയും ശിക്ഷയും നൽകാൻ വെളിപ്പെടുമ്പോൾ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി എന്ന് തെളിയിക്കപ്പെടും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ, അത് 1-ാം വരവിലും 2-ാം വരവിലും ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. അപ്പോൾ 1-ാം വരവിൽ യേശുക്രിസ്തു നൽകിയ സുവിശേഷം, അപ്പസ്തോലന്മാർ വഴി പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ഇന്ന് വിശ്വസിക്കുകയും അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർ അവൻ്റെ 2-ാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണ്ടേ? അതുകൊണ്ട് ദൈവം പറയുക, ലൂക്കാ 8:18, ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക. അതിന് പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിലായിരിക്കുന്ന ദൈവപുത്രൻ്റെ ജനനത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഹ്ലാദിക്കുന്ന നാം, എനിക്കൊരു രക്ഷകനെ ലഭിച്ചു എന്ന അറിവിൽ ആനന്ദിക്കുന്ന ഓരോ വിശ്വാസിയും ശ്രദ്ധയോടെ പരിശോധിക്കട്ടെ, കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ സമയം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അവൻ്റെ 2-ാം വരവിൽ ഇപ്പോൾ മുഴങ്ങുന്ന സദ്വാർത്ത കേൾക്കാൻ കഴിയുന്നുണ്ടോ? സദ്വാർത്തയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഈ രക്ഷയിലേക്ക് തിരിക്കാം. നമുക്ക് പൂർണ്ണമായും ദൈവപിതാവിലേക്ക് തിരിയാം, അവിടുത്തെ വചനത്തിലേക്ക് തിരിയാം, അവിടുത്തെ പ്രവൃത്തികളിലേക്ക് തിരിയാം. അവിടുത്തെ വചനം നമുക്ക് നൽകാൻ, അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യാൻ
അവിടുന്ന് അയക്കുന്നവരിലേക്ക് നമുക്ക് തിരിയാം. അങ്ങനെ ഒരു പൂർണ്ണമായ തിരിവാണ് നമുക്ക് രക്ഷയുടെ പൂർണ്ണത നൽകാൻ ഇപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം, ദൈവത്തിൻ്റെ പ്രവാചനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനുള്ളൊരു മനസ്സിന് വേണ്ടി നമുക്ക് ഈ ക്രിസ്മസ് അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുജനനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. കർത്താവ് അവിടുത്തെ സമൃദ്ധിയിൽ നിന്ന് ഓരോ ദൈവമക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.